ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ പുഴുങ്ങിയ മുട്ട വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പുത്തനായിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. 5 മിനിറ്റ് തന്നെ ഇതിന് വേണമെന്നില്ല. കാരണം പുഴുങ്ങിയ മുട്ട കയ്യിലിരിപ്പുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പുതുപുത്തൻ സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഇതുപോലെ ആരെങ്കിലും മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് ഓടിപ്പോയി നോക്കിയിട്ട് വരാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് 2-3 മുട്ടയൊക്കെ മതിയാവും. കാരണം ഒരു മുട്ടനെ നമ്മൾ പുഴുങ്ങിയിട്ട് 4 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നീളത്തിൽ 4 പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 പീസായി കട്ട് ചെയ്തിട്ടും ചെയ്യാം. ഞാനിപ്പോൾ 4 പീസിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് കുറച്ച് മൈദയാണ് കേട്ടോ. അപ്പോൾ 4 ടേബിൾ സ്പൂൺ മൈദ ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് മുഴുവനായിട്ടൊന്നും ശരിക്കും ഇത് കോട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്നില്ല. പക്ഷെ നമ്മൾ എടുക്കുമ്പോൾ കുറച്ചധികം മൈദ എടുത്തിട്ടാണ് കോട്ട് ചെയ്യുക. എന്നാലും നന്നായിട്ട് കോട്ടായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ 4 ടേബിൾ സ്പൂൺ മൈദയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം കോൺഫ്ലോറും കൂടി ചേർക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലോർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, മൈദ മാത്രം വെച്ചും ചെയ്യാം. അതിലേക്ക് ഞാൻ 2 നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു പൊടിയിൽ ഇതൊക്കെ ഇടുമ്പോൾ ചെറിയൊരു ഫ്ലേവർ കിട്ടും മുട്ടയ്ക്ക്. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് നമ്മളിതങ്ങ് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് കോൺഫ്ലേക്സ് പൊടിച്ചിട്ടുള്ളതാണ്. നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടില്ല എന്ന് വെച്ചാൽ കൈ വെച്ചിട്ട് തന്നെ പൊടിച്ചെടുത്താൽ മതി. അതുപോലെ തന്നെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ടയിൽ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും കുരുമുളക് കൂടി ഇട്ട് കൊടുത്താൽ മതി. അതിന് നമുക്ക് മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. കുരുമുളക് നിർബന്ധമില്ല കേട്ടോ, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു മുട്ടേനെ 2 പീസാക്കിയിട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഈ മഞ്ഞ പെട്ടെന്ന് ഇങ്ങനെ ഇളകി പോവുക അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, സിമ്പിളാണ്. കാരണം നമ്മൾ മൈദ വെച്ച് ഇങ്ങനെ കവർ ചെയ്തെടുക്കുന്ന സമയത്ത് മുട്ടയുടെ മഞ്ഞ അങ്ങനെ ഇളകി പോയാലും കുഴപ്പമൊന്നുമില്ല, ശരിക്കും കിട്ടും. അപ്പോൾ നന്നായിട്ട് മുട്ട ഒന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് എടുത്തിട്ട് മൈദയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. നമ്മളിത് 2 തവണ മുട്ടയിൽ മുക്കിയെടുക്കുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് മൈദയൊക്കെ കോട്ടായി നല്ല കവറായിട്ട് കിട്ടും. അതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നന്നായിട്ട് നമുക്ക് മൈദ ഇതേപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. നമ്മൾ ചിക്കൻ നഗറ്റ്സൊക്കെ ചെയ്യില്ലേ, ഏകദേശം അതേപോലെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് മൈദ കോട്ടിയതിന് ശേഷം പിന്നെ നമ്മൾ വീണ്ടും മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. ഈ സമയത്ത് മുട്ട ഇങ്ങനെ കവറാകാൻ കുറച്ച് പണിയായിരിക്കും. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് ഇതേ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവരുടെയും മുട്ടയൊന്നും ആയിട്ട് കിട്ടണം, എന്നാലേ നല്ലപോലെ കോൺഫ്ലേക്സ് ഒന്ന് ഒട്ടിപ്പിടിക്കുകയുള്ളൂ. അപ്പോൾ അതേ ഞാൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് കോൺഫ്ലേക്സിലൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ കോൺഫ്ലേക്സിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രെഡൊക്കെ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. കോൺഫ്ലേക്സ് ആകുമ്പോൾ കുറച്ചും കൂടി ക്രിസ്പി ആയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് കവർ ചെയ്തെടുക്കുക. ഫുൾ എല്ലാവരുടെയും ഒന്ന് ആക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് കവർ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിനി ഇതേപോലെ തന്നെ ബാക്കിയെല്ലാം ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതേ ഇതിവിടെ റെഡിയായി. വളരെ സിമ്പിളായിട്ട് നമുക്ക് പുഴുങ്ങിയ മുട്ട ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് ഞാനിതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് നേരമൊന്നും വേണ്ട ഇത് ചെയ്തെടുക്കാനായിട്ട്. ഫ്രൈ ചെയ്യുമ്പോൾ ഒരു 1-2 മിനിറ്റ് അത്രയൊക്കെ വേണ്ടുള്ളൂ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ച് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കാരണം നമ്മളിത് എന്താ പറയുക, കോൺഫ്ലേക്സ് കിട്ടുകൊണ്ട് തന്നെ കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതങ്ങ് കറുത്ത് പോവും, കരിഞ്ഞു പോവും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആവുന്നത് ഓരോന്നോരോന്നായിട്ട് എടുത്തങ്ങ് മാറ്റിയാൽ മതി. നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവുക. ചൂടോടെ കഴിക്കുകയാണെങ്കിലും കുറച്ച് നേരം ഇത് ഇരിക്കുകയും ചെയ്യും കേട്ടോ. ക്രിസ്പി ആയിട്ട് പെട്ടെന്ന് അങ്ങ് സോഫ്റ്റായി പോകുന്നില്ല. അപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ മടി പിടിച്ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്താ പറയുക പെട്ടെന്ന് ഉണ്ടാക്കണം എന്ന് തോന്നുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. പുഴുങ്ങിയ മുട്ടയൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി ഇഫ്താർ റെസിപ്പി ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.